കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ കുറച്ച് സുഹൃത്തുക്കൾ മാറിയിരുന്ന് എന്തോ സീക്രട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം തിരക്കിയപ്പോൾ സെലിബ്രേഷൻ കൊഴുപ്പിക്കാൻ മദ്യം വാങ്ങാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു അവർ. അതിൽ പങ്കെടുക്കണമെങ്കിൽ എന്നോട് ഷെയർ ഇടുവാൻ അവർ ആവശ്യപ്പെട്ടു. ഞാൻ മദ്യപിക്കില്ലാത്തതിനാൽ അവർക്കൊപ്പം ചേർന്നില്ല. പക്ഷെ പാർട്ടി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവർ പറഞ്ഞ ഷെയർ എന്ന വാക്കായിരുന്നു എൻ്റെ മനസ്സിൽ തങ്ങി നിന്നത്. ഷെയർ എന്ന വാക്ക് കോമൺ ആയിട്ട് പലയിടങ്ങളിലും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഷെയർ ഓട്ടോ, പിന്നെ വീടുകളിൽ പാർട്ടീഷൻ നടക്കുമ്പോൾ ഷെയർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കേൾക്കാം. എൻ്റെ ഷെയർ എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഷെയർ എന്ന വാക്ക് ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. എവിടെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇൻഫോർട്ടൻറ്റ്. ഷെയറിനെ കുറിച്ച് നമ്മളെല്ലാം കൂടുതലായി അറിയുന്നത് ന്യൂസ് പേപ്പർ പോലുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെയാണ്. ഷെയർസിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള മറ്റൊരു വാക്കാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്നാൽ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? എന്തിനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? എന്ന് മുതലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായത് എന്നൊന്നും പലർക്കും അറിയില്ല എന്നാണ് യാഥാർത്ഥ്യം. സാധാരണയായി ചില കമ്പനികൾ മൂലധനം സമാഹരിക്കുന്നതിന് വേണ്ടിയോ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയോ അവരുടെ സ്റ്റോക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാറുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷന്റെയോ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്തിന്റെ ഉടമസ്ഥാവകാശം പ്രദാനം ചെയ്യുന്ന സെക്യൂരിറ്റിയാണ്. ഒരു യൂണിറ്റ് ഓഫ് സ്റ്റോക്കിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിയാൽ വർഷാവസാനം നമ്മുടെ കയ്യിലുള്ള ഷെയറുകളുടെ എണ്ണത്തിന് ആനുപാതികമായി ആ കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു വിഹിതം നമുക്ക് ലഭിക്കും. ഇതിനെ ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ആകെ 1000 ഷെയർസ് ഉണ്ടെന്ന് കരുതുക. ഒരാൾ അതിൽ നിന്ന് 100 ഷെയറുകൾ വാങ്ങിയാൽ ആ കമ്പനിയുടെ അസറ്റിന്റെയോ ലാഭത്തിന്റെയോ 10% അവകാശിയാണെന്ന് പറയാം. ഇതിനെ ഒരു വരുമാന മാർഗമായും ബിസിനസ്സുമായും ഒക്കെ കാണുന്നവരുമുണ്ട്. അവരെ സംബന്ധിച്ച് ലാഭത്തിൽ ഷെയറുകൾ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സാധാരണയായി സ്റ്റോക്കുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: കോമൺ സ്റ്റോക്ക് ആൻഡ് പ്രിഫേർഡ് സ്റ്റോക്ക്. കോമൺ സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ളവർക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുവാനോ വോട്ട് ചെയ്യുവാനോ തങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്സിന് ആനുപാതികമായി ലാഭവിഹിതം അഥവാ ഡിവിഡൻഡ് കൈപ്പറ്റുവാനോ അവകാശമുണ്ടായിരിക്കും. എന്നാൽ പ്രിഫേർഡ് സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ളവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവില്ല. എന്നാൽ കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സിനേക്കാളും കമ്പനിയുടെ ഏർണിംഗ്സിലും അസറ്റ്സിലും അവകാശമുണ്ടായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാൽ സെക്യൂരിറ്റീസ് അഥവാ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിന് സൗകര്യമുണ്ടാക്കുന്ന ഒരു മാർക്കറ്റ് അറേഞ്ച്മെന്റ് ആണെന്ന് നമ്മൾ കണ്ടു. സ്റ്റോക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള പാർട്ടിസിപ്പന്റ് ഉണ്ട്. അതിൽ പ്രധാനമാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സും സ്റ്റോക്ക് ഡീലേഴ്സും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവരെ സഹായിക്കാനായി ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മറ്റുള്ളവർക്ക് പല തരത്തിലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസും ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ സ്റ്റോക്ക് ഡീലേഴ്സ് സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും മിക്കവാറും സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി അവർ പണം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഓരോ ഷെയറിന്റെയും മൂല്യം അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുന്ന എല്ലാവരുടെയും ഉദ്ദേശം കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം. ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ അത് ചെന്നെത്തുന്നത് ബെൽജിയത്തിൽ ആയിരിക്കും. ബെൽജിയത്തിലെ ഒരു കൊമേഴ്ഷ്യൽ സെന്ററാണ് ആന്റ്വെർപ്പ്. ആന്റ്വെർപ്പിലാണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ പബ്ലിക്കലി ട്രേഡ് കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണെന്ന് ചരിത്രം പറയുന്നു. ഇന്ത്യയുടെ കാര്യമെടുത്താൽ 18ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോൺ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് സ്പൈസസും മറ്റ് ഏഷ്യൻ കമ്മോഡിറ്റീസും ആണെന്ന് പറയപ്പെടുന്നു. 1803 ബാങ്കുകളുടെയും കോട്ടൺ പ്രോസസ്സിന്റെയും സ്റ്റോക്കുകൾ വെച്ചുകൊണ്ട് ബോംബെയിൽ കോർപ്പറേറ്റ് ഷെയർസ് ട്രേഡ് ചെയ്യാൻ ആരംഭിച്ചു. 1850 ആയപ്പോഴേക്കും ഒരു ബനിയൻ ട്രീയുടെ കീഴിൽ ഇരുന്നുകൊണ്ടായിരുന്നു ഏകദേശം 22 സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ട്രേഡ് ആരംഭിച്ചത്. ഈ മരം നിന്ന സ്ഥലത്തെ പിൽക്കാലത്ത് ഹോർണിമൻ സർക്കിൾ എന്ന് വിളിച്ചു തുടങ്ങി. ബനിയൻ ട്രീയുടെ കീഴിൽ നിന്നും ട്രേഡിംഗ് പിന്നീട് മെഡോ സ്ട്രീറ്റ് ജംഗ്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥലം മഹാത്മാഗാന്ധി റോഡ് എന്നാണ് അറിയപ്പെട്ടത്. ഇങ്ങനെ ട്രേഡിംഗ് പ്ലേസ് ഷിഫ്റ്റ് ചെയ്യപ്പെടും തോറും ബ്രോക്കേഴ്സിന്റെ എണ്ണം കൂടി വന്നു. 1874 ദലാൽ സ്ട്രീറ്റിൽ ഫൈനലി ഒരു ട്രേഡിംഗ് പ്ലേസ് സെറ്റപ്പ് ചെയ്തു. ഇവിടമാണ് പിന്നീട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയി മാറിയത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ തന്നെ പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയി കണക്കാക്കപ്പെടുന്നത്.
സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 കീഴിൽ പെർമനന്റ് റെഗുലേഷൻ കിട്ടുന്ന ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. തുടർന്ന് 1875 ദ നേറ്റീവ് ഷെയർ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന ഓർഗനൈസേഷൻ നിലവിൽ വന്നു. ഇവരായിരുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മുൻഗാമികൾ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തുടർന്ന് 1894 അലഹബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായി. മുഖ്യമായും ടെക്സ്റ്റൈൽസ് മിൽസിന്റെ ഷെയർസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത്. തുടർന്ന് 1908 കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചും 1920 മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്ഥാപിതമായി. 1986 ആയപ്പോഴേക്കും സെൻസെക്സ് ലോഞ്ച് ചെയ്തു. സെൻസെക്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് എന്നാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സിനെയാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രാധാന്യം കൂടി വരുന്തോറും പല പുതിയ കമ്പനികൾ പൊട്ടിമുളയ്ക്കുകയും കോടികൾ മൂലധനം സമാഹരിച്ചതിനു ശേഷം അടച്ചുപൂട്ടുകയും ചെയ്തു. വ്യാജ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി ജനങ്ങൾ വഞ്ചിതരാവാതിരിക്കാൻ ഒരു പുതിയ സംവിധാനം ആവശ്യമായി വന്നു. തുടർന്ന് സെക്യൂരിറ്റി ഇൻഡസ്ട്രിയെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മോണിറ്റർ ചെയ്യുന്നതിനായി 1988 SEBI ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടു. 1992 SEBIക്ക് സ്വയം ഭരണ അവകാശം ലഭിക്കുകയും ചെയ്തു. 2015 SEBI FMC ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനുമായി ലയിക്കുകയും ചെയ്തു. തുടർന്ന് 1992 തന്നെയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്ഥാപിതമായത്. ഇന്ന് LIC, SBI, IFCI ലിമിറ്റഡ്, IDFC ലിമിറ്റഡ് തുടങ്ങിയവരാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കീ ഇൻവെസ്റ്റേഴ്സ്. ഇന്ന് ഓൺലൈനിലൂടെയുള്ള ഈ ട്രേഡിംഗിന്റെ കാലഘട്ടമാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിന്റെ ഉയർച്ചകളും താഴ്ചകളും അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കുവാനുള്ള ഒരു മാർഗമായി സ്റ്റോക്ക് ട്രേഡിംഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുവാൻ താല്പര്യപ്പെടുന്നവർ കമന്റ് ബോക്സിൽ ഇൻട്രസ്റ്റ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അറിവ് പകരുന്ന മറ്റൊരു വീഡിയോയുമായി ഇൻഫോ ടൈമിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you soon. Bye.